വിൻസെൻ്റ് സാമുവേൽ പിതാവേ, സെൽവരാജൻ പിതാവേ, അഭ്യുന്ന പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCIയുടെ പേരിൽ ഇന്ന് നെയ്യാറ്റിങ്കര രൂപതയുടെ സഹമെത്രാനായി അഭിഷിക്തനായ സെൽവരാജൻ പിതാവിന് ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും എല്ലാവരുടെയും പേരിൽ ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര നേതൃത്വത്തിൻ്റെ പേരിൽ, കേരള സഭയുടെ പേരിൽ, ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. എൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഇടയന്മാരെ നിങ്ങൾക്ക് നൽകുമെന്ന് ജെറേമിയ 3:15 പറഞ്ഞു. യേശു നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് ഇതാ ഈശോയുടെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു പിതാവിനെ തന്നെയാണ് നൽകിയത്. വിൻസെൻ്റ് സാമുവേൽ പിതാവിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനാണെന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. നെറ്റോ പിതാവിനും അങ്ങനെ തന്നെ. എന്നാൽ എനിക്ക് മനസ്സിലായത് നെയ്യാറ്റിങ്കര രൂപതയിൽ എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും എല്ലാവരുടെയും ഹൃദയത്തിന് അനുയോജ്യനായ പിതാവ് തന്നെയാണ് നമുക്ക് സെൽവരാജൻ പിതാവ് എന്നതാണ് എൻ്റെ ഇന്ന് പിതാവ് അഭിഷിക്തനാകുമ്പോൾ വിൻസെൻ്റ് സാമുവേൽ പിതാവിനെ കുറിച്ചാണ് ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നത്. മംഗലപ്പുഴ സെമിനാരിയിൽ എൻ്റെ സീനിയർ കർമ്മലഗിരി മംഗലപ്പുഴ എൻ്റെ സീനിയറായിട്ട് പിതാവ് പഠിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മകളാണ്. ഇന്ന് 75 വയസ്സാകാൻ അതിന് കുറേ അധികം വർഷങ്ങളില്ല എന്ന് തോന്നിയപ്പോൾ നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് അനുയോജ്യനായ ഒരു മെത്രാനെ കിട്ടണമെന്നുള്ള തൻ്റെ ദീർഘവീക്ഷണം, ഒരു കോഅഡ്ജുത്തോർ മെത്രാൻ, സഹമെത്രാൻ താൻ്റെ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റ് ഒന്നും അന്വേഷണങ്ങൾ വേണ്ട, അതിനാൽ തന്നെ മെത്രാനായി ഇതാ സെൽവരാജൻ പിതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ 12 ശിഷ്യരെ തിരഞ്ഞെടുത്തത്, 2-ാം വാക്യത്തിൽ 12 അവർ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ചെയ്ത കാര്യമാണ് സെൽവരാജൻ പിതാവിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ സഹായമെത്രാൻ ടോണി പിതാവിൻ്റെ കൂടെ ലുവൈനിൽ പഠിച്ച ആളാണ് സെൽവരാജൻ പിതാവ്. എൻ്റെ സഹായമെത്രാൻ ഇങ്ങോട്ട് പോരുന്ന വഴി തന്നെ സെൽവരാജൻ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു 1000 നാവാ. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ, സെൽവരാജൻ പിതാവിൻ്റെ മുദ്രാവാക്യം തന്നെ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. അത് ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. ഈ അനുകമ്പയാണ് സെൽവരാജൻ പിതാവെ അനുകമ്പയോട് ശുശ്രൂഷിക്കുക എന്ന മുദ്രാവാക്യമായി പിതാവ് ഇറങ്ങിത്തിരിക്കുന്നത്. പിതാവ് ഭയപ്പെടേണ്ട. കുരിശിൻ്റെ യാത്രയാണ് മെത്രാന്മാരുടെ യാത്രയെന്ന് എല്ലാ പിതാക്കന്മാരുടെ അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയും. പക്ഷെ ഭയപ്പെടേണ്ട. യേശു പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ മാർഗൻ കളിപ്പാട്ടിൻ്റെ കാര്യം ഇവിടെ ഇരുന്നപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, മാർഗൻ കളിപ്പാട്ടിലെ തോമസ് ലീഹയെ ഭാരതത്തിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ഒരു ഐതിഹ്യം വിവരിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തോമസ് ലീഹയ്ക്ക് കുറച്ച് മടിയായി. സെൽവരാജൻ പിതാവിന് തുടക്കത്തിലൊരു സ്വല്പം വിഷമമുണ്ടായിരുന്നു ഞാൻ കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ വാക്ക്, നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ വാക്ക്, മറിയത്തോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതുകൊണ്ട് ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവാണ് നയിക്കുക, പരിശുദ്ധാത്മാവാണ് വരിക എന്നുള്ള വാക്കുകളൊക്കെ സെൽവരാജൻ പിതാവിന് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞത് മാർഗം കളിപ്പാട്ടിലെ ഉദാഹരണമാണ്. അങ്ങനെ തോമസ് ലീഹായ പേടിച്ച് നിന്നപ്പോൾ മാർഗം കളിപ്പാട്ടിലെ നമ്മുടെ പുരാതന പൗരാണികർ ഇപ്രകാരം പാടുകയുണ്ടായി, സെൽവരാജൻ പിതാവേ, ആ പുരാതന പാട്ടിൽ പാടിയ പാട്ട് തന്നെയാണ് എനിക്ക് പിതാവിനോട് ഇപ്പോൾ പറയാനുള്ളത്. ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും പേരിൽ, നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നിന്നോട് കൂടെ ഞാനുമുണ്ട് കൂട്ട്, നീ പോകും നാടതിലെല്ലാം.
ഇതാണ് യേശു തോമാസ് ലീഹയോട് പറഞ്ഞ്, നിന്നോട് നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നിന്നോട് കൂടെ ഞാനുമുണ്ട് കൂട്ട്, നീ പോകുന്ന നാടതിലെല്ലാം ദൈവം കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. ഞങ്ങള് ഭാരതത്തിലെ മെത്രാന്മാരല്ല, ഇന്ന് മെത്രാന്മാരുടെ സംഘത്തിലേക്ക് സെൽവരാജൻ പിതാവിനെ ചേർത്തു. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ഞങ്ങൾ മെത്രാന്മാർ മാത്രമല്ല, ഇന്ന് ഞാൻ നെയ്യാറ്റിങ്കര ഇടവകയിലെ എല്ലാ വൈദികരോടും സന്യസ്തരോടും അൽമായരോടും പിന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെയുണ്ട്, അവരോടും ഞാനൊന്ന് ഈ സെൽവരാജൻ പിതാവിനോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നീ തന്നെ ഒന്നും അല്ല, നിന്നോട് കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിങ്കര രൂപതക്കാരെ വിൻസെന്റ് സാമുവേൽ പിതാവിനോട് എന്ന പോലെ കഴിഞ്ഞ 29 വർഷം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ആ വിൻസെന്റ് സാമുവേൽ പിതാവിനോടുള്ള നല്ല നന്ദി ഇനിയും തുടർന്ന് സേവിക്കണം. ആ പിതാവിനോട് ചേർന്ന് സെൽവരാജൻ പിതാവിനോട് നെയ്യാറ്റിങ്കരയിലെ എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹവും ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സെൽവരാജൻ പിതാവെ, അവരോട് ഞാൻ നല്ലൊരു കയ്യടി കൊടുക്കാൻ പറയാണ്. ഞങ്ങളൊക്കെ കൂടെയുണ്ടെന്ന് പറയാൻ ഈ ആശംസയോടെ, ആ കയ്യടി പോരെ, ഒരു നല്ല കയ്യടി തന്നെ, ഈ കയ്യടിയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.